Hello guys, Assalamu alaikum and welcome back to our YouTube channel. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമുക്ക് കുറച്ച് ദിവസമായിട്ട് തൈമുറേ സൗണ്ട് ഉണ്ടാക്കല്ലേ ബേബി? കുറച്ച് ദിവസമായിട്ട് നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുള്ളൂ സൗണ്ടൊക്കെ. അതാ അപ്പോൾ ഇപ്പോൾ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വ്ളോഗൊന്നും ഇട്ടില്ലേനും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു വ്ളോഗ് എടുത്തീനും. ഞാൻ മന്തി ഉണ്ടാക്കിയിരുന്നു. അന്ന് ഞാനൊരു വ്ളോഗ് എടുത്തീനു കേട്ടോ. നല്ല വ്ളോഗിന് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായിരുന്നു. കാരണം നമ്മളൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് എടുക്കുമ്പോൾ നല്ലതായിരിക്കും. ഇനി അതേ നേരം നമ്മൾ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയിട്ടൊക്കെ എടുത്താൽ കുറച്ച് നമ്മളെ കൈമൊന്നും കൂട്ടണ മസാല കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. പക്ഷെ അന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പെട്ടെന്ന് തോന്നിയിട്ട് എടുത്തേനു. പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് രാത്രി ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്നോട് സംഭവിച്ചാണ്. നമ്മളെ പുറത്തെ ഡോറിൻ്റെ കീ എന്നോട് പൊട്ടിയിട്ട് കീൻ്റെ ബാക്കി പാർട്സ് ഡോറിൻ്റെ ഉള്ളിൽ സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഈ മന്തി ഉണ്ടാക്കിയിട്ട് തിന്നാനുള്ള മൂഡ് വരെ പോയി. അന്ന് ഫുഡ് കഴിക്കാൻ നമ്മളെ കൂടെ ഫിദയും സഹദും ഉണ്ടേനും. ഇവർ മൂന്നാളും. അപ്പോൾ ഞാൻ ഇവർ മൂന്നാളും കഴിച്ചിട്ട് ഇവർ എന്താണ് പറയണ ഇവരുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടെന്ന് അറിയാനൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പക്ഷേ ഈ ഒരു കീ പൊട്ടിയതോട് കൂടിയിട്ട് എൻ്റെ എല്ലാ മൂഡും പോയി. ഞാൻ എന്താക്കി, എൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത്. ഇനി മതി, ഇതിൻ്റെ ബാക്കി ഏതായാലും എടുക്കാൻ കഴിഞ്ഞില്ല, ഇനി മതി എന്ന് വെച്ചിട്ട് ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. അന്ന് ഞാൻ വെറുതെ ടെൻഷൻ അടിച്ച് പിറ്റേന്ന് ലാൻഡ്ലോഡ് വന്നപ്പോൾ അത് കുഴപ്പമില്ല, അത് റെഡി ആക്കാന്നുള്ള ലെവലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനേനും വെറുതെ ഇന്നലെ എൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഒഴിവാക്കിയേ. എനിക്ക് ഭ്രാന്തായിട്ട് വേറെ ഒന്നുമല്ല സംഭവം. ശരിക്കും എനിക്ക് ഈ സ്റ്റക്കായതൊക്കെ ഷൂട്ട് ചെയ്യാനും പക്ഷെ അതിനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലേനും. അപ്പം അതാണ് അവസ്ഥ. അപ്പോൾ ഇന്ന് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. ഞാനും തൈമുറും കൂടി പോകാനാണ് വിചാരിച്ചത്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഇന്ന് ഷിഫ്റ്റ് ഉണ്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പം ആൾ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ നമുക്ക് മൂന്നാൾക്കും ഒപ്പരം പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ സൺഡേ ആയതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് ഈവനിങ് 4 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനും തൈമുറും പോകാനുള്ള പ്ലാനിലാണ്. തൈമുറിനായിട്ട് ഇങ്ങനെ സാധനം വാങ്ങാൻ പോകാൻ ഭയങ്കര രസമാട്ടോ. ഓന് അതെടുക്കണോ ഇതെടുക്കണോ അതൊക്കെ പറയണതാണ് നല്ല രസമാണ്. അതായത് ഈ ട്രോളില്ലാത്ത സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവുമല്ലോ, അവിടെ പോയാൽ അതിനേക്കാളും രസമാണ്. ഇവൻ അതെടുക്കൂ ഇതെടുക്കൂ എല്ലാം വാരി വലിച്ച്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. തൈമുറേ അങ്ങനെ തെറ്റല്ല, ഇങ്ങോട്ട് തെറ്റല്ലേ, നിങ്ങളിത് കണ്ടോ? ഇതാണ് ഇവൻ്റെ മെയിൻ ഹോബി. ഞാനൊരു 2 മിനിറ്റ് ഫോണിലോ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലേക്ക് വിളിക്കുകയോ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇവൻ്റെ മെയിൻ ഹോബി ഇതാണ്. ഇവിടെ ഒന്നായിട്ട് നാട്ടുകേസാക്കിയിടല്. അപ്പം ഞാനും തൈമുറും മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 2 പോവാണ്. ഫിദ വരുന്നുണ്ട് നമ്മളെ കൂടെ. നമ്മൾ 3 കൂടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈറ്റിലേക്ക് ഫുഡിൻ്റെ എന്തൊക്കെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിലെത്തിയിട്ട് കാണാം. നമ്മൾ ടാറ്റ പോവാണ് പറയും. എന്താ എന്നാ ഇവിടെ നമ്മ പോട്ടെ. ബൈ, സീ യു, ബൈ. ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ സ്റ്റക്കായാൽ നമ്മൾ എങ്ങനെ അപ്പം അവിടെ എത്താ തൈമുറ? അവിടെ ഇവിടെയൊക്കെ സ്റ്റക്കായാൽ എങ്ങനെ അപ്പം നമ്മൾ അവിടെ എത്താ? പോയി നടക്ക്. നമുക്ക് ഈ കളി വരുമ്പോ കളിച്ചാലോ? ഈ കളി നമുക്ക് വരുമ്പം കളിച്ചാലോ? ഈ കളിയേ നമുക്ക് വരുമ്പോൾ കളിച്ചാലോ? ഓക്കെ അല്ലേ? എന്നാ നടക്ക് മോന്. ഇതാണ് നമ്മളെ പള്ളി. ഇവിടെ എല്ലായിടത്തൊന്നും പള്ളി ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു ഭാഗത്തൊരു പള്ളി ഉണ്ടായാൽ ഉണ്ടാവും. അങ്ങനെ ഇതിപ്പം നമ്മളെന്തോ ഭാഗ്യത്തിന് നമുക്കിവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. വണ്ടി കിട്ടിയോ? നീ അതിലിരിക്ക ഈസ. ഉണ്ടാവും എൻ്റെ ചിരി. തൈമോർ, ഇനി എന്താ വാങ്ങാനുള്ളത് പറ. എന്താ വേണ്ടിയേ?
ജീന് വേണം. മരുന്ന് നമ്മള് മറ്റേ പെപ്സി സാധനമൊക്കെ കുടിക്കുമ്പോ പറയലില്ലേ, ഇനി ഇങ്ങോട്ട് റാപ്പ് എടുക്കണം വാ. അതൊക്കെ എടുക്കുമ്പോ നമ്മള് പറയലുണ്ട് അത് മരുന്നാണ്. അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ എത്തിയാൽ ടൈമർ പറയും മരുന്ന് വേണം. അത് മരുന്നാ, ഇത് മരുന്നാ, കളിയാക്കണോക്ക്. അതൊന്നുമില്ല, സുഖവാസത്തിന് വന്നതാ. ഏതാണ് മൂഡ്? ഓ കുട്ടി ഉറങ്ങിക്കോ. ടൈമർ ഉറങ്ങാണ്. ഉറങ്ങിയോ? എവിടെ ചിവ എവിടെ? ഇതല്ലല്ലോ, ഇതാണോ പറഞ്ഞേ? എന്താ ടൈമറ എങ്ങോട്ട് എണീച്ച് ഓടണേ? വീണ് പോവും. ഇരിക്കവിടെ. എന്ത് വേണം? എന്താ ആൽപ്പള്ളി പോ. ഏത് 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 ഉമ്മടുത്തരാ. ഇതാണ് തൈമുറിനായിട്ട് വന്നാൽ മിഠായിന്റെ അടുത്തെത്തിയുള്ള അവസ്ഥ. ഏത് ഏത്? ഇതോ? ഏതാ വേണ്ടിയേ? കാണിച്ചോണ്ടാ. ഏത്? അതാ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ബില്ലൊന്നും അടിക്കാനുള്ള നേരല്ലേ തൈമുറിന്. അതാ ജഗവകാക്കി എറിഞ്ഞു പോണ്ട്. എന്താ മോനെ മിഠായി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് കുക്ക് ചെയ്യണം. അതിന് നമ്മൾ എന്താണ് തന്തൂരി ചിക്കനൊക്കെ വാങ്ങിക്കണം. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. പിന്നെ അതാ ഈ ഒരു ഐറ്റത്തിനെ കണ്ടോ? അത് കൈമ കിട്ടിയപ്പോഴാണ് ആളിവിടെ മിണ്ടാണ്ടെന്ന് മോന്തോക്ക്. ഗൈസ് നല്ല മഴ, നമ്മൾ ട്രാപ്പായി ഗൈസ്. നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്ന് മിട്ടിരുന്നാണ്. അപ്പം ഇതാണ് നമ്മളെ തന്തൂരി ചിക്കൻ. ഇനി നമ്മൾ എന്ത് ഇത് നമ്മളിനി ഓവനിൽ കയറ്റണം. അപ്പം ഇതിനാദ്യം നമ്മൾ ഇതിൻ്റെ കുപ്പായ കോരി കൊടുക്കട്ടെ. അപ്പം ചിക്കന് സെറ്റ് ആയിക്കണേ. ചെസ്റ്റ് അല്ലേ? ചെസ്റ്റ് വെച്ചോ? അങ്ങനെ ചെയ്യാ. വരൂ വരൂ വരി. മസാല ഞാൻ ആ ഷൂ എടുത്തു കേട്ടോ. അങ്ങനെ പകുതി ചിക്കൻ ഇതിൻ്റെ ഉള്ളിലും കയറ്റി ബാക്കിയുള്ളതിനെ ഗ്യാസിലും കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. എന്നാലുണ്ടും കുറച്ചും കൂടെ. ഇനി ഇത് കുക്കായിട്ട് എന്താവും നമുക്ക് നോക്കാം. നമ്മളെ ഷെഫ് വന്നിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഇത്തിരി അങ്ങോട്ട് അടുത്തേക്ക് വെച്ചോളി, അതാവുമ്പോ ഇങ്ങനെ കളിക്കണ്ടല്ലോ. ആക്സിഡന്റ് ആയി തോന്നുന്നു ചിക്കന്. ഉണ്ടെന്ന് ഇതിന് അങ്ങോട്ട് വേവാനായി ചുരുങ്ങിയില്ലേ? ഇനി അത് ഇതൊക്കെ ഞാൻ ബളിക്ക് കയ്യും കണക്കുണ്ടോ? എന്താണ് മൂപ്പര് 2 പീസ് വേണമെന്ന് ജസ്റ്റ് ഓൺലി 2 പീസ് അതന്നെ വെച്ചെടുക്കണേ. നമ്മളെ ലാൻഡ് ലോഡിന് കൊടുക്കാനും മാറ്റിയൊക്കെയാണ്. അവർക്ക് മലയാളം അറിയില്ല. ഒരു തൈ വെച്ചോളി. തൈ ഇങ്ങൾക്ക് വേണം? ഇന്ന് ഏതെങ്കിലും ഒന്ന് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഫോർ ഹിം. ഓക്കെ, ആ മസാല
ആ മസാല എനിക്ക് വേണേ. മസാല തരൂല. മസാല ഇത് ഫഹീമിന്റെ ഹൗസ്മേറ്റാണ് ഗൈസ്. നമ്മളെ കമ്പനിക്കാരുണ്ട് ഫഹീം. ഓന് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നു. കാരണം നാട്ടിലുള്ളപ്പോൾ ചില ടൈം പതിരം പോകുമ്പോൾ വിളിച്ചാൽ ഞാനും എടുക്കൂല, ഓനും എടുക്കൂല. പക്ഷെ ഓൻ പറയാ ഇങ്ങനെ ഈ ഇല്ലാത്തെങ്കിൽ ഭയങ്കര വിഷമം. അതിപ്പോ ഓന്റെ കല്യാണത്തിന് മുന്നേ നമ്മളും പറഞ്ഞിട്ട് കാര്യമൊക്കെ അമ്മ കണക്കാക്കി ടൈമിലല്ല എടുക്കുക. ഫഹീമിനും ഭയങ്കര വിഷമമാണ്. ഞാൻ പോയപ്പോൾ ഫഹീമാണെങ്കിൽ കൂടി പോയി ആരാ ഉണ്ടാവുക. അപ്പോൾ ഓൻ്റെ ഒരു കല്യാണത്തിന്റെ ഒരു സങ്കടം കൂടി തീർക്കാനാണ് ഇവിടെ നിന്ന് പരിപാടികൾ. ഞാൻ അവിടെ തൊടിച്ചതാ. കണ്ടോ ഫഹീമേ, നീ എൻ്റെ പെണ്ണുങ്ങളോട് പറയണം കല്യാണം കൂടാൻ കഴിയാത്തതിന് നമ്മൾ അടിക്കനാണ്. സമർപ്പിക്കുന്നു. മിസ് യു. ഫഹീമിന്റെ OD6 ശരിക്കും ഞാനായിരിക്കും ഓടിച്ച് കോട്ടൊക്കെ ഇട്ട് ജില്ലായിട്ട് പോകുന്നത്. ചാല് കകന മുടിമണത്തിന് എല്ലാം പറഞ്ഞിങ്ങനെ അളിയൻ പോയിങ്ങനെ പെങ്ങള് പോയിങ്ങനെ ഉമ്മ പോയി അല്ല കല്യാണത്തിന്. അപ്പൊ എനിക്ക് പകരം വെക്കാനുള്ള ഒരു 5-8 ആൾക്കാരെ ഞാൻ അവിടെ ഇട്ടിട്ടാ പോകുന്നത്. ഇപ്പൊ കുക്കായില്ല, പച്ചച്ചോയല്ലേ. ചിക്കന്റെ പച്ചച്ചോയ ഇഷ്ടമല്ല. എനിക്ക് ചിക്കന്റെ പച്ചച്ചോയ ഇഷ്ടമല്ല. തിന്നിട്ട് പോയിട്ട് അറിയാണ്ടൊരു കളി കളിക്കാൻ. അതെന്താണ് ആക്കളി? അക്കളിയാണ് ഈ കളി മക്കളെ. ഇതിന്റെ മസാല നമ്മളെ ഷെഫ് വന്നു കഴിഞ്ഞാ പിന്നെ ഷെഫ് വന്നു കഴിഞ്ഞാല് പിന്നെ ഫുള്ള് ഇവിടെ ഐറ്റംസ് ആണ്. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. ഇതൊരു ടൈപ്പ് കറിയാണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു കളി കളിക്കും. മതി. നിങ്ങള് ചെലപ്പോ നിങ്ങളിത് കാണുമ്പോ നിങ്ങള് അലമ്പാക്കിക്കാളൂ. ഇത് കണ്ടിട്ടോ പറഞ്ഞു ഇതിലെന്തോ റെസിപ്പി ഉണ്ടല്ലോ. അയ്യോ തായത്തായി. ഇതൊരു വെജിറ്റേറിയൻ ഹോമാണ്. എന്നാലും നമ്മള് കേട്ടു. അതവിടെ തിരിയൂല മിസ്റ്റർ. എന്താണ് കളിക്കണ? അതവിടെ വെച്ചിട്ട് നോണാക്കി. അതല്ല ഇത് അതവിടെ ആവട്ടെ. ക്ലീൻ ചെയ്തോളൂ. നിങ്ങൾ വലിയ ഞാൻ ആക്കിക്കോളാം. അത് വെറുതെ പറഞ്ഞത്. അങ്ങനെ അല്ല ഞാൻ ചെയ്തതാ. അത് എക്സ്ട്രാ അത് ഇല്ലാണ്ടായിരിക്കും തിന്നണെങ്കിലോ. അതവിടെ ഒന്നോട്ടെ. എന്താ ഒരു മൈൻഡ് ഇല്ലാണ്ട് തിന്നണ. ഇനി തന്നെ വാങ്ങാനി. തൊപ്പിട്ട കാല് പിടിച്ച് കടിക്കുന്ന ഒന്നും കൂടി ആക്ട് ചെയ്യും. അതുപോലെ തന്നെ മനുഷ്യൻ തൊപ്പി കിട്ടി തണുക്കുണ്ട്. സൈദിന് കുറവ്. അപ്പൊ നമ്മൾ തിന്നട്ടെ. നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് കാണാം. ഓക്കെ. അപ്പൊ ഗൈസ് അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കഥകളൊക്കെ. ഫുഡൊക്കെ കഴിഞ്ഞ് കട്ടിയോ നല്ലത്. ഫുഡ് കഴിക്കാനും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ മുടിയാണ് അങ്ങനെ ലക്കി കാണാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഫുഡ് കഴിച്ചു കൊണ്ട് നിൽക്കുമ്പോ ഓക്കൊരു ഷിഫ്റ്റ് ഉണ്ട്. ആരുടെ ഓള് പോയി. ഫിദക്ക് കോള് വന്ന് അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഉണ്ട് പെട്ടെന്ന് വരുമോന്ന് വെച്ചപ്പോ ഫുഡ് കഴിച്ച് ഒരു പെട്ടെന്ന് ഇറങ്ങി. ചിലപ്പോൾ സഹദ് ഇപ്പോൾ തിരിച്ചു വരും. കാരണം നമ്മൾ സാധനം വാങ്ങാൻ പോയപ്പോൾ ഓരോ കുറച്ച് സാധനം വാങ്ങിയാൽ ഇവിടെ ഉണ്ട്, എടുത്തിട്ടില്ല. അപ്പം ഇനി അത് എടുക്കാൻ വരും. പിന്നെ ഇവർക്ക് രണ്ടാക്കും പള്ളിയിൽ പോകണം. അപ്പോൾ പള്ളീൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഓളെ കയറ്റിയിട്ട് ഞാൻ ആ സാധനമായിട്ട് നേരെ പള്ളീൻ്റെ അവിടെ പോകും, സ്കരിക്കും. നമ്മൾ ടാറ്റ ബൈ ബൈ പറയും, പോകും. നാളെ ഇതേമാതിരി മേടിച്ച് പഠിക്കൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം. എപ്പോഴും ഇങ്ങനല്ല, ഇതൊരു സൺഡേ ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നടന്നൊരു സംഭവം അല്ലേ. നമ്മൾ പണിക്ക് പോയി കഴിഞ്ഞാലാണ് എനിക്ക് ശേഖരത്തിന് പള്ളൊക്കെ എന്തെങ്കിലും മുട്ടുമണിയൊക്കെ തുടങ്ങുക. മുട്ടുമണിയല്ല, മുട്ടുകില്ലങ്ങളൊക്കെ തുടങ്ങുക. അപ്പോൾ പള്ളൊക്കെ മുട്ടുമ്പോൾ ഞാനും ശേഖർ പറയും ഇന്ന് എന്ത് തിന്നു ഈ നിജനെ വിളി. അപ്പോൾ ഞാൻ ഈ ഫിദനെ വിളി. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ലാസ്റ്റ് എന്തെങ്കിലും എത്തും. കൽക്കസമാവാത്തി ആവും അവസാനം. എന്നാലും അൽഹംദുലില്ലാ എപ്പോഴും നമ്മളെന്തെങ്കിലും വിശന്നിട്ടോ അല്ലെങ്കിൽ പണിയെടുത്തിട്ട് എന്തെങ്കിലും തിന്നാൻ പൂതിയായി കഴിഞ്ഞാൽ അത് കിട്ടും. അത് അള്ളാൻ്റെ ഓരോ അനുഗ്രഹമാണ് അൽഹംദുലില്ലാ.
എന്നാലും നമ്മളെ കാര്യങ്ങളും മുന്നോട്ടുള്ളതൊക്കെ റബ്ബ് റാത്താക്കി തരട്ടെ. നമ്മളതും അവരതും നിങ്ങളതും എല്ലാവരും റബ്ബ് റാത്താക്കട്ടെ. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ നമുക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളായിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കാനും നന്നായിട്ട് പങ്കുവെക്കാനൊക്കെ നമുക്ക് കഴിയട്ടെ. പിന്നെ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പിന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം. നിങ്ങൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇടയിൽ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറി കണ്ടോളല്ലോ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. നമ്മളെ ഭാഗത്ത് എന്റെ ഭാഗത്ത് ചാറൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാണ്ടി. പിന്നെ അതേ ഉള്ളൂ, ഞാൻ ചാറാണ് വേറെ കാര്യം. ചില ടൈമിലല്ലോ എപ്പോഴും. ഇവിടുത്തെ സ്കൈ നല്ല രസമുണ്ട്. ഞാൻ അതാണ് കണ്ടിട്ട് ഇന്നൊരു അമ്മച്ചി ചോദിക്കുക പെയിന്റ് പണിക്ക് പോയി വരാണ്. ഞാൻ ഇത് വർക്കാണ് ആർട്ടാണ് തള്ളാറ് വിശ്വസിക്കില്ല. ഞാനിട്ട് ഒപ്പിച്ച് എന്ത് ചെയ്യാനാ. ഇപ്പൊ അത് ഒരാളെ മുഖം പോലെ ഞാൻ കാണിച്ചു തരാം. എന്താണ് ഈ പറഞ്ഞ ആരമാരി ഉണ്ടെന്ന്? അതുണ്ടല്ലോ, ഞാൻ അത് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കനൂടെ. പക്ഷെ എന്തോ ഒരു കുതിര ചാടണ പോലെ എന്തേനു. പക്ഷെ ഇപ്പോൾ അത് എന്തോ ഒരു വേറെ എന്തോ ഒരു പുക പോണ പോലായി. മേഘം പിന്നെ പുകല്ലാണ്ട് വളി മാരിയാവോ എന്താന്നടേ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ കഥകളൊക്കെ. ഞാൻ ഉണ്ടാവുമ്പോ ഞാൻ വീഡിയോ ചെയ്യുമ്പോ കുറച്ചേരം സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടാവൂലേ. ഇതെന്തത് നമ്മളായിട്ട് നിക്ക അത്രല്ലേ ഉള്ളൂ. ഞാനായിട്ട് ആക്കണം. എനിക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഒക്കെ എത്രേ ഉള്ളൂ. ഇത് ആണ് നമ്മളെ തൈമൂറിന്റെ ടാക്സി. ഈ ലണ്ടന്റെ മെയിൻ സിഗ്നേച്ചർ ആണ് ബ്ലാക്ക് ടാക്സി. ഇതിന് കുറെ കഥകളുണ്ട്. ഇതിന് ഒരുപാട് ഹിസ്റ്ററീസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ് ഉണ്ട്. അതൊക്കെ പറയാൻ എന്നാൽ അതിനുള്ള കഴിവും അല്ലെ പറയാനുള്ള കഴിവില്ല. ഇത് വാങ്ങിയതാണ്, റേസുകാരാണ്. ഇതിന്റെ ഒരു കളക്ഷൻ വേണം. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാരോടും അസ്സലാമു അലൈക്കും.